നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ഒരു മാസം 12 കൂറുകാർക്കും, അതായത് 27 നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 13-ാം തീയതി സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും. 11-ന് ബുധൻ കുംഭം രാശിയിൽ പ്രവേശിക്കും. വീണ്ടും ബുധൻ 27-ാം തീയതി മീനം രാശിയിലേക്കും സംക്രമിക്കും. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഏകദേശം 25-ാം തീയതി വരെ, അതായത് 3/4 ദിവസങ്ങളും ഈ മാസത്തിലെ ശുഷ്കാന്തിയുടെയും ചുറുചുറുക്കിൻ്റെയും തങ്ങളുടെ കർമ്മ മേഖലയിൽ കഴിവിനനുസരിച്ച് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. തൊഴിൽ ഇല്ലാത്തവരുടെ കാര്യം എന്ന് പലരും ചോദിക്കും. തൊഴിലില്ലാത്തവരുടെ കാര്യമാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദിവസേനയൊക്കെ ചെയ്ത് വരുമാനമുണ്ടാക്കുന്നവർക്ക് വളരെ ശുഷ്കാന്തിയോടുകൂടി, വളരെ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇടപഴകാൻ സാധിക്കുന്നു എന്നതാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമവും കഠിനാധ്വാനവും മനസ്സർപ്പിച്ചുള്ള ശ്രമവും എന്തായാലും ഉണ്ടാവും. മാത്രമല്ല, ചില യാത്രകൾ ഈ ഒരു മാസത്തിൽ നടത്തുന്നത് വളരെ പ്രയോജനകരമാണ് മേടക്കൂറുകാർക്ക്. അതവർക്ക് വളരെ ഗുണങ്ങളുണ്ടാകും. തുടർന്ന് വന്നിരുന്ന ചില പ്രവർത്തനങ്ങളിൽ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവരുന്നത് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ചും സ്കിൽ ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക്, എന്തെങ്കിലുമൊക്കെ കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക് ആ മേഖലയിൽ തന്നെ, തങ്ങളുടെ മേഖലയിൽ തന്നെ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ ബിസിനസ്, കൂടുതൽ പ്രവർത്തനങ്ങൾ അവർക്ക്, അല്ലെങ്കിൽ സംരംഭങ്ങൾ അവർക്ക് വരികയും ചെയ്യും. അത് ഭാവിയിൽ ഉണ്ടാകുന്ന ധനനേട്ടത്തിനൊരു കാരണമാകും. തുടക്കത്തിൽ തന്നെ ധനപരമായ വർധനവ് ഇതിൽ നിന്നുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രവർത്തന മേഖല വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ ശുഷ്കാന്തിയും ഊർജ്ജസ്വലതയും വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെക്കുറിച്ച് മേലധികാരികൾക്ക്, സഹപ്രവർത്തകർക്ക് ഒക്കെ വലിയ മതിപ്പുണ്ടാവും. ഈ മേഖലയിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ എല്ലായിടത്തും വിറ്റഴിക്കപ്പെടും. അതിന് തക്കവണ്ണമുള്ള പ്രവർത്തനവും ആത്മാർത്ഥതയും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, തങ്ങളുടെ പ്രോഡക്റ്റുകളിലൊക്കെ അതിൻ്റെ ആത്മാർത്ഥതയുടെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും വരവിന്, അതായത് സാമ്പത്തിക നേട്ടത്തിന് നിദാനമായ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ വളരെ നന്നായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ ഉണ്ടാകാൻ സാധിക്കാവുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഊർജ്ജസ്വലത, അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം എന്നൊക്കെ. ഊർജ്ജസ്വലത ഒരിക്കലും എടുത്തുചാട്ടമല്ല, പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും വളരെ ആവേശപരമായ ചില പ്രവർത്തനങ്ങളാണ്. അത് ചിലപ്പോൾ രണ്ടായി മാറാം. അതായത് ഡ്യുവൽ എഫക്റ്റ് അതിന് വരാം, ഒരു നെഗറ്റീവ് പാർട്ടും കൂടെ അതിന് വരാം. അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി നഷ്ടപ്പെടാതെ, വികാരത്തിൻ്റെ ആവേശം കൊണ്ട് പ്രവർത്തിക്കാതെ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ കൂടുതലും കാര്യങ്ങൾ ചെയ്യണം. ബുദ്ധി എപ്പോഴും അല്പം സമാധാനത്തിൻ്റെ പാതയായിരിക്കും, മറ്റത് എടുത്തുചാട്ടമാണ്. അതുകൊണ്ട് എടുത്തുചാട്ടത്തിനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഓരോ പ്രവൃത്തിയും ശരിയാവുമോ എന്ന് തങ്ങളുടെ തന്നെ മനസ്സിലിട്ട് 2-3 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമേ പ്രവർത്തനങ്ങളിൽ ഇറങ്ങാവൂ. ഈ നക്ഷത്രക്കാരുടെ ഇരട്ട സഹോദരന്മാർക്കോ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരികൾക്കോ ഇരട്ട സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതല്ലാതെ തന്നെ സഹോദര സ്ഥാനത്തുള്ളവർക്ക്, അത് കസിൻ ബ്രദേഴ്സോ കസിൻ സിസ്റ്റേഴ്സിനോ ഒക്കെ ആകാം, അവർക്കും ചിലപ്പോൾ ചില ശാരീരികമായ അവശതകൾ, മുറിവുകൾ, ചതവുകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഓവർ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഭവിഷ്യത്തുകൾ ഈ മാസം ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എല്ല് സംബന്ധമായോ മജ്ജ സംബന്ധമായോ എന്തെങ്കിലും അസുഖം വരാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മാറിടത്തിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ, അതായത് ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ, ഡയഫ്രം പോലുള്ള സ്ഥലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആകാം, പക്ഷേ എന്നാലും ഹാർട്ടിന് എന്തെങ്കിലും ന്യൂനതയുണ്ടെന്ന് ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ചില വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത, കലഹമുണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ചും ലഹരി ഉപയോഗിക്കുന്ന ഈ നക്ഷത്രക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ അത്തരം സ്ഥലത്ത് കൂടിയിരുന്ന് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകാവുന്ന ചില കലഹം, വാക്കുതർക്കം, ശരീരത്തിൽ മുറിവ്, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഘോഷം ഒക്കെ ആകാം, എങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വേണം എന്ന് പറയുന്നു. അപ്പോൾ വാഹനം സൂക്ഷിച്ചോടിക്കുക, ആവേശവും എടുത്തുചാട്ടം ഇത് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ കലഹമുണ്ടാക്കാൻ സാധ്യതയുള്ള, ദേഹത്ത് ക്ഷതം ഏൽക്കുന്ന വിധത്തിൽ വരെ കലഹമുണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്.
സാമ്പത്തികമായി നേട്ടമുണ്ട്, പ്രവർത്തന രംഗങ്ങളിൽ വിജയവുമുണ്ട്, ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെ ഇവർക്കിപ്പോൾ കാണാൻ സാധിക്കുമെന്നും കാണുന്നു. അതിനൊക്കെ വളരെ നല്ലതാണ്. സ്കിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉയർന്നു വരാനും പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശോഭിക്കാനും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പം ഈ നക്ഷത്രക്കാർക്ക് എന്ന് പറയാം, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാ കർമ്മങ്ങളുടെയും ഒടുവിൽ ഇവർ ചിലപ്പോൾ കറിവേപ്പില പോലെ നിഷ്കാസിതയാകാം അല്ലെങ്കിൽ നിഷ്കാസിതനാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന ആത്മാർത്ഥത മാത്രം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ആളുകളായാലും ശരി, അവർ ഏതു തരത്തിൽ പെരുമാറുന്നു എന്നുള്ള കാര്യം മനസ്സിൽ വയ്ക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ 4, 5, 8, 9, 10 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 15, 16, 17, 17, 18, 19 ദിവസങ്ങൾ നല്ലതാണ്. തിരിച്ച് 25, 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മേഖല വളരെ ഗുണമാണ്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യത്തെ കുറേ ദിവസങ്ങൾ, ഏകദേശം 10-12 ദിവസങ്ങളോളം ഇവർക്ക് വളരെ ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വളരെ യശസ്സോടുകൂടി തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കാലം നീണ്ടു നിൽക്കുകയും മറ്റു പലർക്കും മുന്നോടി ആയോ മാതൃകയായോ ഒക്കെ സൂക്ഷിക്കാവുന്ന തരത്തിൽ ചില പ്രവർത്തനങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കുറേ പേർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര ഇവർക്കിപ്പോൾ അനുകൂലമായി വരുന്നു. ശാരീരികമായ അവശതയുണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ഭേദമുണ്ടാവുകയും തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തങ്ങൾ താമസിക്കുന്ന വസതി, അത് വാടകയ്ക്കായാലും ശരി സ്വന്തമായാലും ശരി, അവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് കുറച്ചുകൂടി ഉയർന്ന വാടക കൊടുത്ത് നല്ല ഇടങ്ങളിലേക്ക് മാറുവാനോ, അതല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ന്യൂനതകൾ അഭ്യർത്ഥന പ്രകാരം നന്നായി ശരിയാക്കി കൊടുക്കാനോ ഒക്കെ ഇതിൻ്റെ ഉടമസ്ഥർ ശ്രമിക്കും. വീട് സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ അതിലെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമുള്ള ഒരു മാസമാണിത്. പുതിയ വാഹനം വാങ്ങുകയോ അതല്ലെങ്കിൽ പുതിയ ചില സംരംഭങ്ങളിൽ പണം കൂടുതൽ കിട്ടാൻ തക്കവണ്ണമുള്ള സംരംഭങ്ങളിൽ ഒപ്പുവയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് ഇവർക്കും കാണുന്നുണ്ട്. തൊട്ടടുത്ത അയൽക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചിലപ്പോൾ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈയൊരു കലഹത്തിൻ്റെ പേരിലൊക്കെ ഒന്ന് മാറി നിൽക്കാനോ കുറച്ചുനാൾ മിണ്ടാതെ ഇരിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ധനപരമായ കാര്യത്തിൽ ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. ഏതു പ്രവൃത്തി ചെയ്താലും കൃത്യമായ ധനം ചോദിച്ചു വാങ്ങാനും അത് ലഭിക്കാനും ഇവർക്കിപ്പോൾ യോഗം കാണുന്നുണ്ട്. കർമ്മഭാവത്തിൽ ബുധൻ നിൽക്കുകയും പിന്നീട് 11-ാം ഭാവത്തിലേക്കൊക്കെ വരികയും ആദ്യം 9-ൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് പൊതുവെ ഫെബ്രുവരി മാസത്തിൽ തങ്ങളുടെ കഴിവുപയോഗിച്ച് തങ്ങളുടെ സൗമ്യത ഉപയോഗിച്ച് തങ്ങളുടെ പ്രവർത്തനക്ഷമത അനുസരിച്ച് ഒക്കെ ഇവർക്ക് മുന്നേറാൻ സാധിക്കും. കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്ത് എന്നുള്ളത് ശക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ജോലി കിട്ടുവാനും പ്രൈവറ്റ് ആണെങ്കിൽ പുതിയ സംരംഭങ്ങൾ വെളിയിലേക്ക് വരുവാനും കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഫ്രീലാൻസായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ കഴിവിനനുസരിച്ച് കൂടുതൽ വർക്കുകൾ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ വരുമാനത്തിനും വർധനമുണ്ടാകുന്നു. സ്ഥിരമായി ജോലിയുള്ളവർക്കും അംഗീകാരം കൂടുതൽ വലുതാകുന്നതായി കാണുന്നുണ്ട്. കൂടുതൽ പ്രശസ്തി, കൂടുതൽ വിജയം ഇതെല്ലാം കാണുന്നു. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. കാൽമുട്ട്, കാൽപാദം, വിരലുകൾ ഈ ഭാഗങ്ങളിലൊക്കെ സ്കിൻ സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നെർവസ് ഡിസോർഡറോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെരിക്കോസൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർ, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ചില യാത്രകൾ ഇവർക്ക് മുടങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാൽപാദങ്ങളിൽ അസുഖമോ പ്രശ്നമോ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വേറൊരു വലിയ പിതാവിനുണ്ടാകാവുന്ന ചില ശാരീരികമായ അവശതയാണ്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പിതാവിന് കണ്ണുകൾക്കോ ഹൃദയത്തിനോ ഞരമ്പിനോ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതാവുമായി ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാം. പിതാവിനെ ഓർത്ത് മനോവിഷമം ഉണ്ടാകാവുന്ന അവസ്ഥകൾ കാണുന്നു. പിതാവ് മാത്രമല്ല, സ്വന്തം സ്ഥാപനത്തിലെ മേലധികാരി, സ്വന്തം സ്ഥാപനത്തിലെ ബോസ്, ഇവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പക്ഷേ അതൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമല്ല. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ, അതായത് 13-ാം തീയതിക്ക് ശേഷമൊക്കെ അത് കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് മാറുകയും കലഹമൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്.
പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മുഖം വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കാൽമുട്ട്, കാൽപാദങ്ങൾ ഈ ഭാഗവും വളരെ ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ, അതുപോലെ തന്നെ പൊള്ളലേൽക്കാനുള്ള സാധ്യത, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട്. നാവ് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും പറയുക. സ്വന്തം നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തന്നെ ഇവർക്ക് ശത്രുക്കളായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് തൊഴിലിടത്ത് ആയാലും ശരി, പ്രവർത്തന ഇടങ്ങളിലായാലും ശരി, സ്വന്തം വീട്ടിലായാലും ശരി, അയൽവക്കവുമായി സമൂഹവുമായി ബന്ധപ്പെട്ടായാലും ശരി, അത് സൂക്ഷിക്കണം എന്നാണ് കാണുന്നത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 6, 7, 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11, 12 രാത്രി വരെ, ശേഷം 17 സന്ധ്യയ്ക്ക് ശേഷം 18, 19, 20, 21, 22 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കർമ്മരംഗത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഉത്തരവാദിത്വത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾക്കിഷ്ടപ്പെട്ട മേഖലയിൽ, അത് കലാപരമായാലും ശരി, അല്ലെങ്കിൽ ഭരണ നൈപുണ്യം ആവശ്യമുള്ള രംഗത്തായാലും ശരി, കൂടുതൽ നന്നായി അവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഇവരിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചൊരു പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആശങ്കപ്പെടുന്ന തരത്തിൽ തൊഴിൽ രംഗമോ പ്രവർത്തന രംഗമോ ഇവർക്കൊരു ഭീതി ഉണ്ടാക്കുകയൊന്നുമില്ല. സ്വാഭാവികമായും പ്രവർത്തന രംഗത്ത് കൂടുതൽ നന്നായിട്ട് തന്നെ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുകയോ വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുകയോ ചെയ്യാം. വിദേശത്ത് പോകാനും സാധ്യമാകുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചില പ്രത്യേക കഴിവുകളുള്ളവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലോ കമ്മ്യൂണിക്കേഷൻ രംഗത്തോ അല്ലെങ്കിൽ കണക്കുമായി ബന്ധപ്പെട്ടോ അക്കൗണ്ടൻസിയുമായോ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുമായോ ബന്ധപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതി അടുപ്പിച്ച് ആണ് കൂടുതലും സാധ്യത കാണുന്നത്. 11-ാം തീയതിക്ക് ശേഷം സ്വന്തം വിദ്യാഭ്യാസ സംബന്ധമായ ഉയർച്ചയോ ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒരിടത്ത് ജോലി കിട്ടുവാനോ ഒക്കെ വിദേശത്ത് വരെ സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ വരുമാനത്തിനുള്ള സാധ്യത കാണുന്നു. പാരലായിട്ട് സമാന്തരമായിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു വലിയ കുഴപ്പം കാണുന്നത് ഇവർ ഇപ്പോൾ നേടുന്ന പണം പകുതിയും അനാമത്ത് ചിലവായിട്ട് പോകുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശാരീരികമായ ചില അവശതകൾ ഇവർക്ക് വരാം. ചിലപ്പോൾ ചില സർജറിയൊന്നും ഒരിക്കലും ഒരു അനാമത്ത് ചിലവല്ല. ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ ഉണ്ടായിരുന്ന ഏതെങ്കിലും രോഗമോ മറ്റേതെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസ്കിതകളോ ഇല്ലാതെയാക്കാൻ ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം ചിലപ്പോൾ ആശുപത്രി വാസം, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിധേയയോ ആകേണ്ടി വന്നേക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപകട സാധ്യതകളുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം എന്ന് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോടും പറയുന്നു. ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അടുക്കളയിൽ പ്രവർത്തിക്കുമ്പോൾ, തീ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒക്കെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമന്യേ തന്നെ പ്രവർത്തനം വളരെ സൂക്ഷിച്ചായിരിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ചും അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മെഷീനറി വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അതുപോലെ അടുക്കളയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഇവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വളരെ വികസിച്ചു വരുന്ന ഒരു മേഖലയാണ് ഈ ഹോട്ടലെയറിംഗ് ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതലും പുരുഷന്മാരാണ്. അവരൊക്കെയും ഈ പറയുന്ന മെഷീനറിയുമായും അതുപോലെ തീ, ഇലക്ട്രിസിറ്റി ഇതുമായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. ആയുധങ്ങൾ, മൂർച്ചയുള്ള കത്തികൾ അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായി വരുന്നതുകൊണ്ട് സ്വാഭാവികമായും അവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. സാമ്പത്തികം ഇവർക്ക് വരും, എന്നാൽ അത് തന്നെ കുറേയൊക്കെ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നതുമായിട്ടും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, മാതാവിന് ചെറിയ അവശതയോ പ്രശ്നങ്ങളോ വരാം. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചില സൗഹാർദ്ദങ്ങൾ ചിലപ്പോൾ ഇവരെ മാനസികമായി ചിലപ്പോൾ വിഷമത്തിലാക്കുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആശങ്കകളും ആലസ്യങ്ങളും ഉണ്ടാകാം. ചില വിമർശനങ്ങൾ ഇവരുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ പൊതുവെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ജോലിഭാരം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരും തങ്ങളുടെ ജോലിയുടെ ഉത്തരവാദിത്വങ്ങളിൽ അങ്ങ് മുഴുകുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ പുറമേ പറയുന്നതോ മറ്റു കളിയാക്കലുകളോ ഒന്നും കേൾക്കാനുള്ള സമയം അവർക്കുണ്ടാകില്ല. അത് ഒരു തരത്തിലെ അനുഗ്രഹമായി മാറുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ധനസഹായവുമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സഹായമോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളോ ഒക്കെ ഉണ്ടാവും. പൊതുവെ ഗുണം തന്നെയാണ്. മിഥുനക്കൂറിന് ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായി മുഖം, അതുപോലെ തന്നെ കാൽമുട്ട്, കാൽപാദങ്ങൾ, കാലുകൾ പൊതുവെ ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്വന്തം നാവ് വളരെ ശ്രദ്ധിക്കണം.
ചില വിമർശനങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളുമൊക്കെ കേൾക്കേണ്ടി വന്നാലും പ്രാർത്ഥനയോടുകൂടി മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4, 5, 8, 9, 10 തീയതി ഉച്ചവരെ, ശേഷം 12 രാത്രിക്ക് ശേഷം 13, 14 നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 20, 21, 22 സന്ധ്യ കഴിഞ്ഞ് 23 വരെയും നല്ലതാണ്. 23, 24 താരതമ്യേന ഭേദമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് പിന്നെ ഗുണം എന്ന് പറയുന്നത് 28 തീയതി ഉച്ചയ്ക്ക് ശേഷം 50-50 തരത്തിലും ഗുണമായിട്ട് കാണും. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നാളുകൾ എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. എപ്പോഴും അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് കൊണ്ട് ഇത്തവണ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഈ മാസത്തിൽ ഇവർക്ക് പ്രയോജനപ്രദമായി നിൽക്കുന്നത് മാസം പകുതി വരെ 13 തീയതി വരെ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. അഷ്ടമത്തിലെ ബുധൻ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ദോഷമൊന്നും ചെയ്യില്ല. മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്നാണ്. ചിലപ്പോൾ കാഴ്ചയിൽ ഈ നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർ, ഈ വിദ്യാർത്ഥികളായ ഈ നക്ഷത്രക്കാർ അവരുടെ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കും. അവനൊന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവളൊന്നും പഠിക്കുന്നില്ല, പരീക്ഷ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടും അവർ. പക്ഷേ അത്ഭുതകരമായി വിജയം ഇവർക്കുണ്ടാവുകയും ചെയ്യും. അത് വേറൊരു കാര്യമാണ്. കാരണം മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം പഠനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ദോഷമൊന്നുമില്ല. ശേഷം 13-ന് ശേഷം ബുധൻ പോകുന്നതാകട്ടെ 9-ലാണ്. അതുകൊണ്ട് തന്നെ ബുധൻ 9-ലും ഒട്ടും ദോഷം ചെയ്യില്ല. അപ്പോൾ അനുഗ്രഹം പ്രത്യേകിച്ച് ഈ മാസം പകുതിക്ക് ശേഷം അവർ കൂടി കാണത്തക്ക വിധത്തിൽ നല്ല പ്രത്യക്ഷത്തിൽ ഇവർ പഠിക്കുകയും ഒക്കെ ചെയ്യും. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനോ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനോ ഒക്കെ സാധിക്കും. ചില പ്രത്യേക വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് കൂടുതൽ ഈസിയായ ചില സബ്ജക്റ്റുകളിൽ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അത്തരം മേഖലകളിൽ ജോലി ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല നിലയിൽ കഴിയുന്ന ബന്ധുക്കളോ, പ്രത്യേകിച്ചും അമ്മാവന്മാരുടെ സ്ഥാനത്തുള്ള ബന്ധുക്കളുടെയൊക്കെ സഹായം വഴി ഇവർക്കിപ്പോൾ വലിയ ഗുണങ്ങൾ വിദേശത്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ജോലിയുടെയും പഠനത്തിൻ്റെയും കാര്യത്തിൽ ഒരുപോലെ തന്നെ അനുകൂലമായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനുണ്ടാകാവുന്ന ശാരീരികമായ ചില അവശതകൾ മാത്രമാണ്. അത് സ്കിൻ സംബന്ധമായ അസുഖമോ, അല്ലെങ്കിൽ അസുഖം ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുള്ള തോന്നലോടുകൂടി മറ്റുള്ളവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയോ ഈ നക്ഷത്രക്കാരുടെ പിതാവിനോ മാതാവിനോ ഒക്കെ കാണാം. രക്ഷിതാക്കളുടെ സ്ഥാനത്തുള്ള അവർക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്ന് കാണുന്നു. എന്നാൽ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. എന്നാൽ ആ തടസ്സങ്ങൾക്ക് അപ്പുറത്ത് ഇവർക്ക് വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് വിജയത്തിൻ്റെ രൂപത്തിലോ സാമ്പത്തികമായ വരവിൻ്റെ രൂപത്തിലോ, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എങ്ങനെയും നടക്കുന്ന രൂപത്തിലോ ഒക്കെ ഇവർക്ക് കാര്യങ്ങൾ വളരെ മനോഹരമായി മുന്നോട്ട് പോകും. അതൊരു ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം എന്ന മട്ടിൽ അങ്ങ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് വലിയ തടസ്സങ്ങളൊക്കെ നിസാരമായ പ്രശ്നങ്ങളായിട്ട് ഇവർക്ക് മാറും. തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ മാരകമായ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് അവസാനിക്കാനും പോവുകയാണ്. ഒരു മാസം കൂടെ കഴിയുമ്പോൾ മാർച്ച് 29 അഷ്ടമത്തിൽ ശനി കർക്കിടകക്കൂറുകാർക്ക് മാറും. അതുകൊണ്ട് പൊതുവേ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ ഗുണങ്ങൾ അവർക്ക് പൊതുവേ സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന സൂര്യൻ 8-ലോട്ടാണ് വരുന്നത്. 8-ലെ സൂര്യൻ പിതാവിനത്ര നല്ലതല്ല. മാത്രമല്ല ഈ നക്ഷത്രക്കാർക്കും ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, കൂടെ സൂര്യനുമുണ്ട്. അപ്പോൾ വിരുദ്ധ ഭാവങ്ങളിലാണ് 8. പ്രത്യേകിച്ചും ഫെബ്രുവരി 13-ന് ശേഷം സൂര്യനും ശനിയും ഒരുമിച്ച് വരുന്നു. കുറച്ചുനാൾ അവിടെ ബുധനുമുണ്ട്. പിന്നെ 27-ാം തീയതി മാത്രമേ ബുധൻ മീനം രാശിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 11-ാം തീയതി വരുന്ന ബുധൻ ഏതാണ്ട് 16 ദിവസത്തോളം ഈ രാശിയിൽ നിൽക്കുന്നു. ബുധനെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നത് നിപുണയോഗത്തിൻ്റെ കാരണമായതിനാൽ സ്വാഭാവികമായും കഴിവുള്ളവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. വിദ്യാർത്ഥിനികൾക്കും നല്ലതാണ്. എന്നാൽ ആ ബുധൻ സൂര്യനോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ മൗഢ്യമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്നത് കൊണ്ട് ചിലപ്പോൾ ചില ആലസ്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വന്നേക്കാം. അതിനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചില ഗുണങ്ങൾ ഇവിടെ കാണുന്നത് അഷ്ടമത്തിൽ ശനി ഇവർക്ക് വളരെ ഓർക്കാപ്പുറത്ത് ചില വിജയങ്ങൾ കൊടുക്കും. സ്വാഭാവികമായും ശാരീരികമായ അവശത, തടസ്സം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ഭാഗ്യങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. പ്രത്യേകിച്ചും സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നവും അതുപോലെ മിഥ്യാധാരണകളിലൂടെ കടന്നു പോകുന്ന ഈ ബൗദ്ധിക തലത്തിലുണ്ടാകാവുന്ന, ബുദ്ധിയിലുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കിങ്ങനെ നിൽക്കെ തന്നെ
ബുധൻ്റെ എട്ടിലെ നില വളരെ പെട്ടെന്ന് വളരെ മിന്നാട്ടം പോലുള്ള ചില വിജയങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ മറ്റു ദോഷങ്ങളെ ഇവർക്ക് പരിഗണിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നു എന്നൊരവസ്ഥയും വരും. നമുക്ക് പെട്ടെന്നൊരു വിജയമുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മോശം അവസ്ഥകളോ രോഗാവസ്ഥകളോ ഒക്കെ നാം മറക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഇവർക്കുണ്ടാകാം. മാത്രമല്ല 11-ാം തീയതി കഴിഞ്ഞ് ഏകദേശം 16 ദിവസങ്ങൾക്ക് ശേഷം ബുധൻ മീനം രാശിയിലേക്ക് പോവുകയാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. സ്വന്തം കഴിവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇവരുടെ തന്നെ മത്സര പരീക്ഷകൾ, പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉയർന്ന പദവികളിലേക്ക് പോകാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇതിലൊക്കെ നന്നായി തിളങ്ങാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം, വിദേശത്തു നിന്ന് ധനസഹായം, സുഹൃത്തുക്കൾ ഒരുമിച്ച് തുടങ്ങുന്ന സംരംഭങ്ങളിൽ വിജയം, അതിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ, സാമ്പത്തിക നേട്ടം, ഇതെല്ലാം കാണുന്നു. ദോഷം എന്ന് പറയാവുന്നത് 8-ലെ ശനിയുടെ ദോഷമാണ്. 12-ൽ നിൽക്കുന്ന ചൊവ്വയും ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അവശതയോ ഇടയ്ക്കിടെയുള്ള ആശുപത്രി വാസമോ അകാരണമായ ഭയമോ ഒക്കെ ഉണ്ടാക്കാം. ഉയരങ്ങളിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയകളിൽ നടക്കുമ്പോഴും പടികൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായും ഇവരോട് പറയാനുള്ളത്. തീ, ഇലക്ട്രിസിറ്റി ഇതിനോട് പെരുമാറുമ്പോഴും ശ്രദ്ധ വേണം. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 10, 11, 12-ാം തീയതി രാത്രി വരെ, 15, 16, 17 സന്ധ്യ വരെ, ശേഷം 22 സന്ധ്യ കഴിഞ്ഞ് 23, 24 താരതമ്യേന ഗുണമാണ്. 25ഉം 26ഉം ഗുണമാണ്. ഇത് താരതമ്യേനയുള്ള ഗുണമാണ്. മറ്റു ദിവസങ്ങൾ മോശം എന്നല്ല. ഒന്നുകിൽ മറ്റു ദിവസങ്ങളെക്കാൾ ഭേദപ്പെട്ട ദിവസങ്ങളായിരിക്കും ഇത്, അല്ലെങ്കിൽ മറ്റു ദിവസങ്ങൾ പൊതുവേ ഗുണമാണെങ്കിൽ ഇത് അതിനേക്കാൾ അല്പം കൂടെ ഭേദമായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 6-ൽ സൂര്യൻ നിന്നിരുന്നത് 7-ലോട്ട് വരികയാണ്. സൂര്യൻ്റെ 7-ലെ വരവ്, 7-ൽ അവിടെ ബുധൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7-ൽ ശനിയും നിൽക്കുന്നു. ശനി, സൂര്യൻ, ബുധൻ ഈ 3 ഗ്രഹങ്ങൾ 7-ാം ഭാവത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലാണ് ശുക്രൻ രാഹുവിൻ്റെ കൂടെ. അപ്പോൾ 2-ൽ കേതു, 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ൽ ചൊവ്വ. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇപ്പോഴും ഇവരുടേതായ ഒരു അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെ പറയാം. പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവർക്ക് ക്ഷീണിതാവസ്ഥയൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല ഈ മാസവും. അതുകൊണ്ട് തന്നെ പൊതുവെ സാമ്പത്തികമായ നേട്ടം ഈ മാസവും ഇവർക്കുണ്ട്. തങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾ പരിഹരിച്ചുകൊണ്ട് കർമ്മരംഗത്ത് തങ്ങൾക്കാവുന്ന വിധത്തിൽ പ്രവർത്തിച്ച് ആ പണം എങ്ങനെയും കൈക്കലാക്കുവാനുള്ള ഒരു ശ്രമം ഇവർക്ക് എന്തായാലും ഈ മാസവും ഉണ്ടാവും. ആലസ്യം ഇവരെ ബാധിക്കുന്നില്ല, പ്രത്യേകിച്ചും പണമുണ്ടാക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്താലും അതൊന്നും ചെവിക്കൊള്ളാതെ തങ്ങളുടെ കർമ്മമേഖലയിൽ നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷങ്ങളില്ല. ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ചില ദിവസങ്ങളിൽ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇവർക്ക് സാമ്പത്തികമായ ഭദ്രത കാണുന്നുണ്ട്. അതിന് തക്കമുള്ള പ്രവർത്തന ഊർജ്ജസ്വലതയും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ സഹവർത്തിത്വത്തിൻ്റെ മേഖലയിലാണ്. എന്ന് പറയുമ്പോൾ ദാമ്പത്യം ഉൾപ്പെടെയുള്ള മേഖലയിൽ അല്പം ശ്രദ്ധ വേണം. 7-ലേക്ക് സൂര്യനും 7-ൽ നേരത്തെ തന്നെ ശനി നിൽക്കുന്നു. അതുപോലെ തന്നെ ബുധനും വരുന്നു. ബുധൻ എപ്പോഴും ഒരു ഡ്യുവൽ എഫക്റ്റിൻ്റെ അവസ്ഥ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ അവിടെ ശനി നിൽക്കുന്നത് ഇഷ്ടക്കേട്, ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രവണത, സൂര്യൻ നിൽക്കുമ്പോഴും ആ വിരക്തി, ഇതെല്ലാം തന്നെ വരാം. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്നവരും അതുപോലെ ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്ന വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ അല്ലെങ്കിൽ മാനസികമായി അടുക്കാൻ വയ്യാത്തൊരവസ്ഥയോ ഒക്കെ ഉണ്ടാകാം. 8-ാം ഭാവത്തിലെ രാഹു, 8-ൽ തന്നെ പാപഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ, ഇതൊക്കെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നു. 7-ാം ഭാവാധിപൻ 7-ൽ തന്നെ നിൽക്കുന്നു എങ്കിലും അത് പാപഗ്രഹമാണ് എന്നുള്ള ചിന്ത മറക്കാതിരിക്കുക. പലരും ചിലപ്പോൾ എന്തിനാണ് ഈ ചിങ്ങക്കൂറിനെ ഇങ്ങനെ ഇട്ട് പരിഹസിക്കുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഗ്രഹങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും ആ മാറുന്ന ഗുണം പറയുക തന്നെ ചെയ്യും. മാറാതിരിക്കുന്നിടത്തോളം കാലം കാലികമായി ചെറുതായി ഉണ്ടാകുന്ന ഗുണങ്ങളെ പറയാതെ ഇരിക്കുന്നുമില്ല. അത് പ്രത്യേകമായി മനസ്സിലാക്കുക.
അഷ്ടമരാശിയിൽ പാപഗ്രഹം നിൽക്കുക, അഷ്ടമത്തിൽ പോയി ശുക്രൻ നിൽക്കുക. ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ ശൃംഗാരാദി വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ഒരു സംയമനത്തിൽ പോകാനോ ഒരു പ്രണയാതുരമായ അവസ്ഥ നയിക്കാനോ ഒക്കെ സാധ്യമാവണം എന്നില്ല. കാരണം ജീവിതത്തിലെ മറ്റു ചില കാർക്കശ്യങ്ങൾ അവരെ അതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കും. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷം കാണുന്നില്ല. തുടക്കത്തിൽ തന്നെ പറയുന്നു, കർമ്മമേഖലയിലും അവർക്കൊരു ഈശ്വരാനുഗ്രഹമുണ്ട്. എന്നാൽ വേണ്ടത്ര തൃപ്തി കർമ്മരംഗത്തു നിന്ന് അവർക്ക് കിട്ടണമെന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ ഈ മാസവും ഇവരെ പിന്തുടരാം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ചന്ദ്രൻ്റെ നിലകളൊക്കെ അനുസരിച്ച് ദിവസ ജ്യോതിഷത്തിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം വരാമില്ല എന്ന് പറയുന്നില്ല. എന്നാൽ കോമൺലി പൊതുവെ നോക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു രോഗ അവസ്ഥകൾ ഉണ്ടാക്കാം. ശുക്രൻ്റെ കൂടെ ആയതിനാൽ അപവാദങ്ങൾ കേൾക്കാം. പ്രത്യേകിച്ച് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്ന് കേൾക്കാം. നേരെ ഓപ്പോസിറ്റ് സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടും മോശപ്പെട്ട പേരുകളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്ത് എന്തെങ്കിലും അസുഖമുണ്ടാകാം. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളോ ആർത്തവ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6, 7, 8, 9, 10 തീയതി ഉച്ചവരെയും ശേഷം 12 രാത്രി 13, 14 ഗുണമാണ്. അതിനുശേഷം 17 സന്ധ്യ കഴിഞ്ഞ് 18, 19, 25, 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 10ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, ഇത് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ ബുധൻ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ, അവസാനത്തെ 3 ദിവസങ്ങൾ 27, 28 2 ദിവസങ്ങളോളം ഇവർക്ക് ഗുണമാണ്. 6ൽ നിൽക്കുന്ന ബുധൻ അത്ര ഗുണം ചെയ്യില്ല. പക്ഷേ മാസത്തിൻ്റെ പകുതി വരെ 11ാം തീയതി വരെ 5ലാണ് നില, അത് ഗുണമാണ്. ബുധൻ്റെ 5ലെ നില ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ ബുദ്ധി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ എന്താണോ ആവശ്യം ഒരു കസ്റ്റമർക്ക്, ആ രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഇവർക്ക് തങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അത് സ്വകാര്യ ജോലിയായാലും അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലെ ജോലിയായാലും ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, സ്വകാര്യ സ്ഥാപനത്തിലോ സർക്കാർ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും ശരി, തൊഴിൽ മേഖലയിൽ അവർക്ക് സംതൃപ്തി കിട്ടുന്ന തരത്തിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ. 5ൽ നിന്ന് 6ലേക്ക് ബുധൻ പോകുമ്പോൾ അത്ര ഗുണകരമല്ലെങ്കിലും പൊതുവെ സാമ്പത്തികമായിട്ട് വലിയ ദോഷമോ പ്രവർത്തന രംഗങ്ങളിൽ വലിയ പ്രശ്നമോ ഉണ്ടാക്കില്ല. എന്നാൽ ചിലരെ ഭയക്കേണ്ടി വരുന്നു. ചില മേലധികാരികളെയോ ചില സഹപ്രവർത്തകരെയോ 11ാം തീയതിക്ക് ശേഷം അല്പം ഭയം ഉണ്ടാകേണ്ടി വരും. അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ബുധൻ കൂടുതൽ ഗുണമായിട്ടാണ് ഇവർക്ക് കാണുന്നത്. അതുപോലെ ശുക്രൻ ഇവർക്കിപ്പോൾ നിൽക്കുന്നത് 7ലാണ്. ശുക്രൻ്റെ 7ലെ നില ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും പ്രവർത്തന രംഗത്തും വളരെ ഗുണത്തെ കൊടുക്കും. കഴിവ് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നന്നായി ഇവർക്ക് അവരുടെ കർമ്മ മേഖലയിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ആ മേഖലയിൽ തിളങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗം, അതുപോലെ യാത്ര, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ജോലി, സാമ്പത്തിക നേട്ടം, ഇത്തരം കാര്യങ്ങളിൽ കന്നിക്കൂറിന് വലിയ ദോഷം കാണുന്നില്ല. കന്നിക്കൂറിനും പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത ഉദരസംബന്ധമായ അസുഖം, അതോടൊപ്പം തന്നെ ദാമ്പത്യത്തിലും പ്രശ്നമുണ്ടാകാം 7ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ. മാത്രമല്ല 7ലെ രാഹുവിൻ്റെ സഞ്ചാരവും ജന്മത്തിൽ കേതുവിൻ്റെ സഞ്ചാരവും ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് എന്ന് ഈ നക്ഷത്രക്കാരെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ ഇവർ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അപഗ്രഥനം, അത് ഡോക്ടർമാരുടെയും ലാബിൽ ഡോക്ടർമാരെ അടുത്ത് പോയി അതിനൊക്കെയുള്ള അനുവാദം വാങ്ങി കൃത്യമായ നല്ല ലാബിൽ പോയി ചില പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും. ചില പരിശോധനകൾ ചിലപ്പോൾ വ്യാജമായിരിക്കാം. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം ഇവർ. അതും വളരെ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാഹു എപ്പോഴും ഹിഡൻ അജണ്ട പ്രഖ്യാപിക്കുന്നവരാണ്. ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് അത് ശത്രുവിനെ സൃഷ്ടിക്കുക. അതുകൊണ്ട് രാഹു 7ൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് ചില മോശപ്പെട്ട ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പരിഹാസമോ വിമർശനമോ സമൂഹത്തിൽ നിന്നോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ ഒക്കെ കേൾക്കാൻ ഇടവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ. വിദേശവുമായി ബന്ധപ്പെട്ട ഇവർക്ക് ഗുണമാണ്. സാമ്പത്തിക നേട്ടം കാണുന്നു. യാത്രാ സംബന്ധമായി ഗുണമാണ്. അതും വിജയത്തിൽ എത്തും എന്നൊക്കെ പ്രതീക്ഷിക്കാം. കലാരംഗത്ത് ശോഭിക്കുന്നവർക്ക് വളരെ നന്നായി തങ്ങളുടെ പെർഫോമൻസ് കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആകാര സൗഷ്ഠവ ഭംഗി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ. സ്ത്രീകൾക്ക് അല്പം കാമഭാവം നിഴലിച്ചു നിൽക്കുന്ന സൗന്ദര്യമൊക്കെ വർദ്ധിക്കാം.
ആ രംഗത്ത് കൂടുതൽ താല്പര്യമുള്ളവർക്ക്. അത് ശുക്രനും രാഹുവും ഒരുമിക്കുമ്പോൾ സർപ്പസൗന്ദര്യം ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി രോഗാവസ്ഥകളും ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾ അവരുടെ പ്രഗ്നൻസി ടൈമൊക്കെ ആണെങ്കിൽ വളരെ കരുതലെടുക്കണം. അല്പം പോലും അശ്രദ്ധ അതിലുണ്ടാവരുത്, അനാസ്ഥയുണ്ടാവരുത്. അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് അതൊക്കെ ട്രീറ്റ് ചെയ്യണം ഈ മാസം. അതും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജെനിറ്റൽ ഓർഗൻസിലുമൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിൻ്റെ ശുദ്ധി, അന്തർശുദ്ധി കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് കന്നിക്കൂറുകാരോട് പറയാനുള്ളത്. പ്രവർത്തന രംഗത്ത് പൊതുവേയും ഈശ്വരാധീനമുണ്ട്. യാത്ര കൊണ്ട് ഗുണമുണ്ട്. വിദേശവാസം അല്ലെങ്കിൽ വിദേശത്ത് ജോലി, വിദേശത്ത് പഠനം, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു പരിഹാരം കാണാനൊക്കെ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ് ഈ മാസം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10-ാം തീയതി ഉച്ചവരെയും 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 11, 12 രാത്രി വരെയും താരതമ്യേന ഗുണമാണ്. ശേഷം 15, 16, 17 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ 20, 21, 22 സന്ധ്യ വരെയും ഗുണമായിട്ട് കാണുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, ബുധൻ, അതുപോലെ തന്നെ ശനി. അതിൽ ശനിയാണ് സ്ഥിരമായിട്ട് 5-ലിപ്പോൾ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക്. സൂര്യൻ 13-ാം തീയതിക്ക് ശേഷമാണ് 5-ലോട്ട് വരുന്നത്, 4-ൽ നിന്ന്. 11-ന് ശേഷം ബുധൻ 5-ാം ഭാവത്തിലേക്ക് വരുന്നു. ശുക്രൻ 6-ലാണ് നിൽക്കുന്നത്, കൂടെ രാഹുവുമുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയാൻ ഉള്ള ഒരു ഗ്രഹമെന്ന് പറയുന്നത് 5-ൽ സഞ്ചരിക്കുന്ന ബുധൻ ആണ്. 5-ൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് നാൾ 11-ലും, അത് കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാൾ 11-ാം തീയതി വരെ 4-ാം ഭാവത്തിലും, പിന്നെ 5-ലും, ഏറ്റവും ഒടുവിൽ 6-ലും പോകുന്നു. 4-ലും 5-ലുമായി സഞ്ചരിക്കുന്ന കാലം ബുധൻ എന്തായാലും ഈ നക്ഷത്രക്കാർക്ക് ഗുണത്തെ കൊടുക്കും. പ്രത്യേകിച്ചും 9-ാം ഭാവാധിപൻ ആയതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത. അതൊരു വലിയ നേട്ടം തന്നെയാണ്. മറ്റെന്തെല്ലാം ദുരിതമുണ്ടെങ്കിലും ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്തിനെ നാം ഭയക്കണം? ആ ഒരു അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ, ചാരവശാൽ 9-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ബുധൻ 4-ലും 5-ലുമായി സഞ്ചരിക്കുന്നത് കൊണ്ട് തങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, തങ്ങളുടെ കുടുംബത്ത്, തറവാട്ടിൽ, പൊതുവെ സമൂഹത്തിലൊക്കെ തന്നെ ഇവർക്ക് ഇവരുടെ പേര് മോശം വരികയോ ഇവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ദോഷം വരികയോ ചെയ്യില്ല. 4-ൽ നിന്നുകൊണ്ട് 10-ലേക്കും 5-ൽ നിന്നുകൊണ്ട് 11-ലേക്കും ബുധൻ വീക്ഷിക്കുന്നതിനാൽ വരുമാനവും ഇവർക്കൊരിക്കലും ദോഷം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ ജീവിച്ചു പോകാനുള്ള ഒരു മാസം തന്നെയാണ് ഈ ഫെബ്രുവരി മാസവും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കർമ്മരംഗം ശോഭനീയം, പണം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. വലിയ ഒരു ബഹളമോ സാമ്പത്തിക ഭദ്രതയോ ഉണ്ടാവണം എന്നില്ല. എന്തെന്നാൽ ഇവർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ധനകാരകനായ വ്യാഴം 8-ൽ സഞ്ചരിക്കുമ്പോൾ ധനത്തിനൊരു പിടുത്തം വരാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ജസ്റ്റ് നടന്നു പോകും. ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യത്തിനും ഇടയ്ക്ക് തടസ്സമുണ്ട്. അപ്പോൾ കഠിന ശ്രമത്തിലൂടെ കൃത്യമായ ഈ കുതിരയുടെ യാത്ര പോലെ കൃത്യമായ ചില പ്ലാനിങ്ങിലൂടെയൊക്കെ പോയാൽ ഇവർക്ക് ഈ മാസം വലിയ ദോഷമൊന്നും വരില്ല. മേയോടുകൂടി ഇവർക്ക് വ്യാഴം 9-ലൊക്കെ പോകുമ്പോൾ പൊതുവെ പിന്നെ ഗുണമായിട്ട് വരികയും ചെയ്യും. എന്തായാലും ഗ്രഹനിലയിലെ ബാക്കി ഗ്രഹങ്ങളുടെ നിലയും അതിൻ്റെ ബലവും ഒക്കെ അനുസരിച്ച്, ദശാപഹാര ഛിദ്രങ്ങളുടെ നിലയുമൊക്കെ അനുസരിച്ച് ഗുണങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ഗോചരാൽ ഇപ്പോൾ 4-ലെയും 5-ലെയും ബുധൻ ഇവരെ സഹായിക്കും. 6-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്കും ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. എല്ലാവരും അതിനെ ദാമ്പത്യമായിട്ട് മാത്രം എടുക്കണമെന്നില്ല. ചില പ്രണയബന്ധങ്ങളാണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ ഒരുമിച്ച് താമസിക്കൽ അങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങളുണ്ടല്ലോ, ആ ഇടപാടിലും ഒക്കെ ചിലപ്പോൾ ചെറിയ വിള്ളലോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉറപ്പായും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നില്ല, ഞങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് 99% കള്ളമായിട്ടാണ് കാണുന്നത് പലരുടെയും ജീവിതാനുഭവങ്ങൾ അറിയുമ്പോൾ.
അത് സ്വാഭാവികമാണ്. രണ്ടു തലകൾ, രണ്ടു ബുദ്ധികൾ, രണ്ടു ചിന്തകൾ ഒരിക്കലും ഒരുമിച്ച് അങ്ങനെ പോകില്ല. സമരസപ്പെടാൻ അവർ തയ്യാറാകുന്നത് കൊണ്ടാണ് പലതും സംഭവിക്കുന്നത് ഗുണകരമായി. അതുകൊണ്ട് ചിന്തിക്കുക, 6-ൽ പോകുമ്പോൾ ശുക്രൻ്റെ കാലപുരുഷ ജാതകത്തിൽ നീചരാശിയായ കന്നിയിൽ ആണ് ശുക്രൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ശുക്രൻ ആറിപ്പോയി നിന്നാൽ ദാമ്പത്യത്തിൽ ശൃംഗാരാദി വിഷയങ്ങളിലെ താല്പര്യം കുറയുകയും ആ സ്ഥാനത്ത് അവരുടെ കർമ്മമോ അവരുടെ മറ്റെന്തെങ്കിലും ലക്ഷ്യമോ കൂടുതലായി കടന്നു വരികയും ചെയ്യും. അപ്പോൾ ബുദ്ധി താരതമ്യേന കുറഞ്ഞ ജീവിത പങ്കാളിക്ക് തങ്ങളെ അവഗണിക്കുന്നതായി തോന്നാം. ഇതൊക്കെയാണ് കലഹത്തിന് പ്രധാനമായി കാരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദാമ്പത്യം പകുതിയും പ്രകടിപ്പിക്കണം എന്നാണ് വിദഗ്ധർ പറയുക. പ്രകടിപ്പിക്കുക മീൻസ് കാണിക്കുക. യഥാർത്ഥത്തിൽ സത്യസന്ധമായ അവസ്ഥയിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നാമൊക്കെ വെറും ലൗകിക ജീവികളായതുകൊണ്ട് ഇതൊക്കെ ആവശ്യമായി വരും. അതുമാത്രം ചിന്തിക്കുക. അല്ലാതെ എല്ലാവർക്കും ദാമ്പത്യ പ്രശ്നമോ ഒന്ന് ഒക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ അഭിപ്രായം വരാറുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. എവിടെയും ഇതൊക്കെ ഉണ്ടാകാം. കൃത്യമായി ചില പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കുക, കുറച്ചൊക്കെ അഭിനയിക്കുക. ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരികയുമില്ല. അപ്പോൾ ഇരട്ടയായി ജീവിക്കേണ്ടി വരുമ്പോൾ, കമിതാക്കൾ ആകുമ്പോൾ അഭിനയിക്കേണ്ടി വരും. അഭിനയിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗുണകരമാണ്. ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പ്രവർത്തനത്തിൽ അവർക്ക് തങ്ങളുടെ കഴിവനുസരിച്ച് നല്ല ഉയരാൻ സാധിക്കുമെന്നും കാണുന്നു. പ്രവർത്തന ഇടങ്ങളിലും സമൂഹത്തിലും എവിടൊക്കെ തങ്ങുന്നു അവിടെ എല്ലാം തന്നെ അനുഗ്രഹം ഇവരുടെ ഭാഗത്തുണ്ട്. അപ്പോഴും ഓർക്കുക, അഷ്ടമത്തിലാണ് വ്യാഴം. ഈശ്വരാധീനം കുറവുണ്ട്, സാമ്പത്തികമായ പിടുത്തമുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം ചിന്തിക്കാതിരിക്കുക. 9-ൽ ചൊവ്വ നിൽക്കുന്നതിനാൽ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കുക. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർക്കു തന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തുടയ്ക്ക്, കാൽമുട്ടിന് ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അരക്കെട്ട് സംബന്ധമായി നീർവീഴ്ചയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഈ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5 ദിവസങ്ങൾ നല്ലതാണ്. അത് കഴിഞ്ഞാൽ 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11, 12 രാത്രി വരെ 12 രാത്രി 13, 14 വരെയും നല്ലതാണ്. ശേഷം 17 സന്ധ്യ കഴിഞ്ഞ് 18, 19, 22, 23, 24 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 4-ൽ സഞ്ചരിക്കുന്ന ശനി, 4-ൽ സഞ്ചരിക്കുന്ന ബുധൻ, പ്രത്യേകിച്ചും 11-ന് ശേഷം, അതുവരെ 3-ലാണ് ബുധൻ. അപ്പോൾ 4-ൽ കൂടുതൽ ഗുണം ചെയ്യും. മാസം പകുതിക്ക് ശേഷം കൂടുതൽ ഗുണവും ദോഷവും ഒരുപോലെയുണ്ട്. കണ്ടകശനിയുടെ കൂടെ 13 തൊട്ട് സൂര്യനും കൂടെ ചെന്ന് കയറുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. 5-ൽ നിൽക്കുന്ന ശുക്രനാണ് ഇവർക്കിപ്പോൾ താരതമ്യേന ഗുണം തരുന്നത്. മനസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തുലവും ഗുണമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഫെബ്രുവരി. പ്രത്യേകിച്ചും മനസ്സ് ഉച്ചസ്ഥാനത്തേക്ക് ശുക്രൻ നിൽക്കുന്നതിനാൽ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്ന സമയം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാവുന്ന സമയം. പൊതുവെ ദേവിയുടെ അനുഗ്രഹം, കലാപരമായ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക, നന്നായി സംസാരിക്കുവാനും നൃത്തം ചെയ്യുവാനും അഭിനയിക്കുവാനുമൊക്കെ സാധിക്കുക. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥ ശുക്രൻ വൃശ്ചികക്കൂറുകാർക്ക് സമ്മാനിക്കുന്നതായിട്ട് കാണുന്നു. അഷ്ടമത്തിലാണ് ഈ കൂറിൻ്റെ തന്നെ അധിപനായ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം ആവശ്യമില്ലാത്ത ഇടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കാണുന്നുണ്ട്. അതായത് അപകട സാധ്യതകൾ, രോഗം, മുറിവ്, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകൽ, ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ശരീരത്തിന് ക്ഷതമേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഓരോ കാര്യവും അതീവ ജാഗ്രതയോടുകൂടി ചെയ്യുക. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, മെഷീനറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്ക് ഈ മാസം ഒന്ന് ശ്രദ്ധിക്കണം. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. എല്ലാ കാര്യത്തിലും ഇവർക്ക് മിനിമം ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുക. കാരണം ഏകദേശം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു 50% ഇവർക്ക് ഈശ്വരാധീനം കാണുന്നുണ്ട്. കാരണം വ്യാഴം ഇവർക്ക് 7-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട ജോലി, യാത്ര, മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ, മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അവരവരുടെ ഗ്രഹനില അനുസരിച്ചും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ നില വളരെ ബലമുള്ളതായിട്ട് ഇഷ്ടഭാവത്തിലുമാണെങ്കിൽ അതിന് കൂടുതൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാകുമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റൊരിത് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കണ്ടകശനിയും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനുമാണ്. മാതാവിന് അവശതയോ രോഗമോ ഉണ്ടാകാം.
ഈ വ്യക്തികൾ, ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ അവരുടെ മൂല തറവാട്ടിൽ ചെല്ലുകയോ മാതാവിൻ്റെ സവിധത്തിൽ ചെല്ലുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷമോ വഴക്കോ ഒക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത മാതാവിന് കൂടുതലായി ഉണ്ടാകാം, മാനസിക വിക്ഷോഭങ്ങൾ ഉണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് ഇവിടെയും പറയുന്നു. 8-ൽ നിൽക്കുന്ന ചൊവ്വയുടെ കാര്യത്തിലും 4-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ കാര്യത്തിലും ഇത് ചേർത്തു വായിക്കണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. അതുപോലെ തന്നെ വീട് ശ്രദ്ധിക്കണം. വീട്ടിലെ അന്തർസംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കണമെന്നും പറയുന്നു. ഇതൊക്കെയാണ് ഇവർക്ക് ദോഷം. അതേസമയം 7-ലെ വ്യാഴത്തിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈശ്വരാധീനവും പല കാര്യങ്ങളിലും വിജയവും സമ്മാനിക്കും. അപ്പോൾ 50% ഗുണവും 50% ദോഷവുമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. ആ കാര്യം മറക്കാതിരിക്കുക. എന്തായാലും വ്യാഴവും ശുക്രനും 2 ആചാര്യ ഗ്രഹങ്ങൾ വളരെ നല്ല സ്ഥലത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണമാണ് കൂടുതലായും ഉണ്ടാവുക. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7 ദിവസങ്ങൾ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി രാത്രിക്ക് ശേഷം 13, 14, 15, 16, 17 സന്ധ്യ വരെയും ഗുണമുള്ളതാണ്. ശേഷം 20, 21, 22 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 25-ഉം 26-ഉം ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ കുറേ കാലമായി ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും വിദേശത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒട്ടും മുന്നോട്ട് പോകാൻ വയ്യ, അവിടെയൊക്കെ വിട്ട് നാട്ടിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. നാട്ടിലോട്ടൊക്കെ വന്നാൽ ഇവർ ഇപ്പോൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല. മാത്രമല്ല ഇവിടെ അങ്ങനെ വളരെ ശുഭകരമായ അന്തരീക്ഷമൊന്നും അല്ല ഒട്ടും. ജോലി സംബന്ധമായ കാര്യത്തിലായാലും ശരി, പൊതുവെയുള്ള സാമൂഹിക ജീവിതത്തിലായാലും ശരി. അപ്പോൾ അവിടെ നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കുക. എപ്പോഴും നമ്മുടെ ചുറ്റും സ്തുതിവാക്കുകളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വർത്തമാനങ്ങളും സ്തുതിവാക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സല്ലാപങ്ങൾ, അവരുടെ തലോടലുകൾ, ഇതൊക്കെ കേട്ടേ വളരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നത് തന്നെ മൗഢ്യമാണ്. പ്രതിരോധത്തിലൂടെയും അതുപോലെ തന്നെ വിഷമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ മാത്രമേ ഒരാൾക്ക് തൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കൂ. മറ്റത് ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് പോലെയാണ്. ഒരു നാൾ അയാൾ ഇരട്ടി കഷ്ടപ്പെടും. മറിച്ച് ഒഴുക്കിനെതിരെ ജീവിച്ചാൽ, ഒഴുക്കിനെതിരെ നീന്തിയാൽ അയാളുടെ കരബലവും ശാരീരിക ബലവും വർദ്ധിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഏതവസ്ഥയിൽ ഉണ്ടായാലും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും തലോടലും ലാളനകളും ഏറ്റേ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്കേ പറയാനുള്ളൂ: വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും അതിൻ്റേതായ വില മാത്രം കൊടുത്തുകൊണ്ട് അതിനെ മനസ്സിൽ നിന്ന് അകറ്റുക. പ്രവർത്തന രംഗത്ത് നന്നായി ശോഭിക്കുക. ഇപ്പോൾ 28-ാം തീയതി മുതൽ, ജനുവരി 28-ാം തീയതി മുതൽ 4-ാം ഭാവത്തിലേക്ക് ധനുക്കൂറിന് ശുക്രൻ വന്നിട്ടുണ്ട്. ആ ശുക്രൻ 4-ൽ നിന്നുകൊണ്ട് 10-ലേക്ക് വീക്ഷിക്കും. 4-ഉം കർമ്മത്തിൻ്റെ മറ്റൊരു സ്ഥലമാണ്. ലഗ്നാൽ കർമ്മഭാവത്തിൻ്റെ 7-ആണ് 4 എന്ന് പറയുമ്പോൾ അതൊരു നിവൃത്തി സ്ഥാനമാണ്. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന കർമ്മഭാവത്ത് നടക്കുന്ന കാര്യങ്ങൾ 4-നാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ അവിടെ വീക്ഷിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇവരുടെ കർമ്മരംഗത്ത് ഇവർ എന്താണോ സത്യസന്ധമായി ചെയ്യുന്നത്, നീതിപൂർവമായി ചെയ്യുന്നത്, അതിന് പോസിറ്റീവായിട്ടുള്ള വില കിട്ടുക തന്നെ ചെയ്യും. ഇവരെ നിസ്സാര കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ തന്നെയോ വിമർശിക്കുന്നവർക്ക് അതിൻ്റേതായ മറുപടി ഈശ്വരൻ കൊടുത്തും കൊള്ളും. ഇതൊന്നും കാണുന്നതായിട്ട് നമ്മൾ നടിക്കാതിരിക്കുക, തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുക. പ്രത്യേകിച്ച് ധനുക്കൂറിനോട് പറയാൻ എനിക്കതാണുള്ളത്. അവരുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക. ജോലിയിൽ അവർക്ക് എന്തായാലും വിജയവും അതുപോലെ തന്നെ സമാധാനവും ധനപരമായ നേട്ടവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. രാഹു എന്നും ആ കാലത്തും എല്ലാ കാലത്തും ഒരേ രാശിയിലൊന്നും നിൽക്കില്ല, ഒരു ഗ്രഹവും നിൽക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ കാലവും കടന്നു പോകുമെന്ന്. തീർച്ചയായിട്ടും രാഹു ഇനി ഇവർക്ക് 3-ലേക്ക് വരും. സ്വാഭാവികമായും കുറച്ചുകൂടി ഊർജ്ജസ്വലതയുണ്ടാവും. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ഓഫ് കോഴ്സ് ശനി 4-ലേക്ക് പോകുന്നുണ്ട്. ആ ശനി 10-ലേക്ക് വീക്ഷിക്കും. പക്ഷേ ശനി സ്വാഭാവികമായിട്ടും രാഹുവിൻ്റെ അത്ര ഹിഡൻ അജണ്ടകളൊന്നുമില്ല, പ്രത്യക്ഷത്തിൽ കാണുന്നതേ ഉള്ളൂ. ഉത്തരവാദിത്വം വർദ്ധിക്കും, ജോലിഭാരം വർദ്ധിക്കും. അപ്പോഴും തോന്നും ജോലി വിട്ടുകളയാമെന്നൊക്കെ. പക്ഷേ നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കാര്യം മറക്കാതിരിക്കുക. കൂടുതൽ വരുമാനം കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് നേടാൻ സാധിക്കുക. ആ കാര്യം മറക്കാതിരിക്കുക. മാത്രമല്ല, പ്രത്യേകിച്ച് താങ്കളെ സംബന്ധിച്ച്, ഈ ധനുക്കൂറിനെ സംബന്ധിച്ച് പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് മെയ് മാസത്തോടു കൂടി വ്യാഴം കൂടെ അനുകൂലമാകും. അതുകൊണ്ട് വരാൻ പോകുന്ന
ഭാഗ്യത്തെയാണ് അവർ മുന്നിൽ കാണേണ്ടത്. തങ്ങളുടെ കർമ്മരംഗത്ത് ദോഷമൊന്നും വരില്ല. ബുധൻ 3-ലും മാസത്തിൻ്റെ ഒടുവിൽ 4-ലും സഞ്ചരിക്കും. മാസം പകുതി വരെ 2-ലാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ നേട്ടം എന്തായാലും ഉണ്ടാവും. കർമ്മരംഗത്ത് ബുധനും ശുക്രനും ഇവർക്ക് നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി വളരെ ശ്രദ്ധിക്കണം. പണത്തിൻ്റെ പേരിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാം. ഈ നക്ഷത്രക്കാർ കബളിപ്പിക്കപ്പെടാം. പണം ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ അവർ ശത്രുവായി മാറിയെന്നിരിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കുക. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഉണ്ടായിരിക്കുക. ഇത് കൃത്യമായി ധനുക്കൂറിനോട് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വരുന്നുണ്ട്. അടുത്തത് ശുക്രൻ പോകുന്നത് പിന്നെ 5-ലേക്കാണ്. അതുകൊണ്ട് കൂടുതൽ ഗുണത്തെയൊക്കെ അത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ അപ്പുറം തൊഴിൽ രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6, 7, 8, 9, 10 ഉച്ചവരെ ഗുണകരമാണ്. ശേഷം 15, 16, 17 സന്ധ്യ, 17, 18, 19 ഗുണകരമാണ്. 22, 23, 24, 27, 28 താരതമ്യേന ഗുണമുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ധനുക്കൂറിനോട് പറയാനുള്ളത് 7-ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് വിവാഹ ജീവിതം നോക്കണം. ദാമ്പത്യ ജീവിതം വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ജീവിത പങ്കാളിയുമായി വഴക്കോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രോഗാവസ്ഥകളും കാണുന്നുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം, 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, ജന്മത്തിലും പിന്നെ 2-ലും പിന്നെ 3-ലുമായി സഞ്ചരിക്കുന്ന ബുധൻ, ജന്മത്തിലും പിന്നെ 2-ലുമായി സഞ്ചരിക്കുന്ന സൂര്യൻ, 2-ൽ സഞ്ചരിക്കുന്ന ശനി. ഇതൊക്കെയാണ് ഇവരുടെ ഒരു അവസ്ഥകൾ. കേതു 9-ലാണ്. രാഹു 3-ലും. രാഹുവിൻ്റെ 3-ലെ നില ദോഷമൊന്നുമല്ല. ശുക്രൻ 3-ലാണ്. ശുക്രൻ്റെ 3-ലെ നിലയും അത്ര ഗുണമൊന്നുമല്ലെങ്കിലും ദോഷമൊന്നും ശുക്രൻ അവിടെ ചെയ്യില്ല. സഹോദരിമാർക്കും സഹോദരന്മാർക്കുമൊക്കെ കുറച്ച് ഗുണം വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ജന്മത്തിൽ നിന്നും 2-ലും 1-ലും 2-ലും ബുധൻ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഗുണമാണ്. ശാരീരികമായ ഗുണം. അതുപോലെ തന്നെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവോ, ഈ സാധാരണ ദിവസവും അല്ലെങ്കിൽ മാസവും ചെയ്യുന്ന ജോലിക്കപ്പുറം സമാന്തരമായി എന്തെങ്കിലും കർമ്മമേഖലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതുപയോഗിച്ച് ധനം നേടാൻ പറ്റിയ സമയമാണിപ്പോൾ. ബുധൻ 2-ലും അതുപോലെ തന്നെ ശുക്രൻ പിന്നീട് അങ്ങോട്ട് പോകുന്ന രാശികളുമൊക്കെ ഇവർക്ക് ഗുണമാണ് പൊതുവെ കാണുന്നത്. മാത്രമല്ല 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം 11-ലേക്ക് നോക്കുന്നത് കൊണ്ട് ഏത് വിധേനയും ധനം വരാം. ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാൽ കലാപരമായ രംഗത്തു നിന്നൊക്കെ ധാരാളം കഴിവുകൾ, ധാരാളം പണങ്ങൾ, കഴിവുകൾ, അതുപോലെ തന്നെ ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കൃത്യമായ ഏരിയകളൊക്കെ ഇവർക്കുണ്ടാകും. അതിൽ നിന്ന് ധനം തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും. അത്തരം കാര്യത്തിലൊന്നും പ്രശ്നം വേണ്ട. 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്നു. ഉദരസംബന്ധമായ രോഗമോ ശസ്ത്രക്രിയയ്ക്കോ ചിലപ്പോൾ വിധേയനാകേണ്ടി വന്നേക്കാം. ചില ശത്രുക്കളുടെയും ചില പാര വയ്ക്കുന്നവരുടെയും ഒക്കെ കെണിയിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. 6-ാം ഭാവം എപ്പോഴും ദുരിതത്തിൻ്റെ സ്ഥലമാണ്. ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചിലർ ചെയ്തേക്കും. അത്തരം നമുക്ക് മോശപ്പെട്ടൊരു ഗ്രഹം അവിടെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം അബദ്ധങ്ങളിലോ കെണികളിലോ ചെന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ 5 പൂർവ്വപുണ്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സ്ഥലമായതിനാൽ വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ദുര്യോഗങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഈശ്വരൻ പിടിച്ചു കയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ പൊതുവേ ഭാഗ്യം ഇവർക്ക് അനുകൂലമാണ്. ബുധൻ്റെ കാര്യത്തിലും ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. സൗമ്യത, പ്രവർത്തനക്ഷമത, ബുദ്ധിപരത, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ സ്ഥാനം കൂടി ആയതുകൊണ്ട് 2 ധനപരമായ നേട്ടം, തങ്ങളുടെ കൃത്യമായ കഴിവും പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് ധനം നേടാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും ദോഷം കാണുന്നില്ല. എന്നാലും മറക്കാതെ ഇരിക്കേണ്ടത് 2-ൽ സഞ്ചരിക്കുന്ന 13-ന് ശേഷം സഞ്ചരിക്കുന്ന സൂര്യൻ്റെയും അതുപോലെ തന്നെ നേരത്തെ തന്നെ നിൽക്കുന്ന ശനിയുടെയുമാണ്. 2 മുഖമാണ്, നാവാണ്, കുടുംബമാണ്, ജോലിസ്ഥലമാണ്. ഇവിടെയൊക്കെ സംഘർഷങ്ങൾ ഇല്ലാതെ അല്ല, ഉണ്ട്. പക്ഷേ ബുധൻ കുറേയൊക്കെ അതിനെ പരിഹരിക്കും. 5-ലെ വ്യാഴവും അതിനെയൊക്കെ പരിഹരിക്കും. കാര്യങ്ങൾ എന്തായാലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ധനപരമായ തടസ്സങ്ങൾ ചിലരൊക്കെ ഉണ്ടാക്കുമെങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പൊതുവെ ഗുണം എന്ന് തന്നെയാണ് മകരക്കൂറിനെ സംബന്ധിച്ചും ഈ മാസം വിശേഷിപ്പിക്കേണ്ടത്. സഹോദരന്മാർക്ക് കുറച്ച് ഗുണം വന്നിട്ടുണ്ട്. എന്നാലും ത്വക്ക് സംബന്ധമായ അസുഖമോ ആശങ്കകളോ പൂർണ്ണമായും മാറിയിട്ടില്ല എന്നും പറയുന്നു. പിതാവിനും ശാരീരികമായ അവശത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10, 11, 12 രാത്രി വരെയും,
അതിനുശേഷം 17 സന്ധ്യ കഴിഞ്ഞ് 18, 19, 20, 21, 22 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ 25, 26 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ജന്മത്തിൽ ഇപ്പോൾ 13-ാം തീയതിക്ക് ശേഷം സൂര്യനും അതുവരെ 12-ൽ, അതുപോലെ 11 തൊട്ട് ബുധനും സഞ്ചരിക്കുന്നു. ശുക്രൻ 2-ലാണ്. മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അവസാനത്തെ 2 ദിവസം ബുധനും 2-ലേക്ക് പോകും. അപ്പോൾ എന്തായാലും ധനപരമായ കാര്യത്തിൽ കുംഭക്കൂറിന് വലിയ ദോഷങ്ങളില്ല. 4-ലെ വ്യാഴവും അതുപോലെ തന്നെ 2-ലെ ശുക്രനും അതിനെ സഹായിക്കും. എന്നാൽ പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. ഒരുപക്ഷെ നിലവിൽ സാമ്പത്തികമായി വലിയ ദോഷങ്ങളില്ലാത്തവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ച് സാമ്പത്തികമുള്ളവർക്ക് അത് അല്പം കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. തീരെ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന അവസ്ഥയെ ഇപ്പോഴും ഇവർക്ക് കാണുന്നുണ്ട്. എന്നാൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി, അഷ്ടമശനിയും ജന്മശനിയുമാണ് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥ. കൂടെ സൂര്യനും ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 13-ാം തീയതിക്ക് ശേഷം സൂര്യനും കൂടെ വരുന്നത് കൊണ്ട് കുറച്ചൊന്ന് ആയാസകരമായ ചില അവസ്ഥകൾ, പ്രത്യേകിച്ചും ജോലിക്ക് പോകാതിരിക്കാനുള്ള അവസ്ഥകൾ, പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, അനാരോഗ്യം, മനസ്സിൻ്റെ ആലസ്യം, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇവരെ പിടികൂടാം. പിതാവിന് എന്തെങ്കിലും അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്ക് തന്നെ ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ നയനം, ഹൃദയം, ഞരമ്പുകൾ സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ 4-ാം ഭാവത്തിലെ വ്യാഴം പൊതുവെ കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം ഒരു നോട്ടമുണ്ടാവും, ഈശ്വരാധീനമുണ്ടാവും, സമ്പത്തോ പ്രവർത്തന രംഗത്തിൽ നന്നായി ശോഭിക്കാനോ സാധിക്കും. 10-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഏത് ആലസ്യത്തെയും ഏത് ദുർഘടസന്ധികളെയും മറികടന്നുകൊണ്ട് എങ്ങനെയും തങ്ങളുടെ ജോലിസ്ഥലത്ത് എത്തുവാനും പ്രവർത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടവും ഇവർക്കുണ്ട്. അനാരോഗ്യത്തിൻ്റെ രൂപത്തിലോ ഭാഗ്യക്കേടിൻ്റെ രൂപത്തിലോ ശനിയും സൂര്യനും ഇവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിതാവിന് എന്തെങ്കിലും അവശത വരാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജോലിസ്ഥലത്ത് കുറച്ചുനാൾ അവധി എടുത്തേക്കാം. ചിലപ്പോൾ സ്വന്തം ആരോഗ്യം തന്നെ പ്രശ്നം വന്നേക്കാം. ചൂട് കൂടുതലാകുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അന്തർചൂട് കൂടുതൽ വർദ്ധിക്കുന്നതിൻ്റെ, ആന്തരികമായ ചൂട് വർദ്ധിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാം. ധാരാളം വെള്ളം കുടിക്കണം. ശരീരത്തിൽ നിർമാല്യങ്ങൾ, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത. കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ജന്മശനിയൊക്കെ ആയതുകൊണ്ടും ജന്മത്തിൽ സൂര്യൻ വരുന്നതുകൊണ്ടും 5-ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ടുമൊക്കെ ഭാഗ്യക്കേട് ഉണ്ടാകാം. അതുപോലെ സന്താനങ്ങൾക്കും ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യുക. അവരൊരുമിച്ച്, കുടുംബം ഒരുമിച്ചൊക്കെ പോകുമ്പോൾ യാത്ര വളരെ സൂക്ഷിക്കണം. സ്വയം ഡ്രൈവ് ചെയ്താണ് പോകുന്നതെങ്കിലൊക്കെ വളരെ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറയുന്നു. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 4, 5, 10 ഉച്ച കഴിഞ്ഞ് 11, 12 രാത്രി, 13, 14 ഗുണമാണ്. ശേഷം 20, 21, 22, 23, 24 ദിവസങ്ങളും 27, 28 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് വലിയ അനുഗ്രഹമാണ്. 10-ലും 11-ലും 12-ലുമായിട്ട് ഈ മാസത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു. 10-ലും 11-ലും ബുധൻ ഗുണത്തെ കൊടുക്കും. 10-ലും 11-ലും 12-ലും ജന്മത്തിലുമായിട്ടാണ് ബുധൻ. 11-ലും മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 11-ൽ സഞ്ചരിക്കുന്നു 11-ാം തീയതി വരെ. 11-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 12-ൽ സഞ്ചരിക്കുന്നു. ശേഷം ജന്മത്തിലും സഞ്ചരിക്കുന്നു ബുധൻ. ഈ 3 ഭാവങ്ങളിലും ബുധൻ വലിയ ദോഷമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ കഴിവ് അനുസരിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാകും. പ്രവർത്തന രംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും. കാരണം കൃത്യമായി തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച്, തങ്ങളുടെ പ്രത്യേകമായ ടാക്ടിക്സ് ഉപയോഗിച്ച് അവരുടെ മേഖലയിൽ അവർക്ക് അജയ്യരായി തന്നെ, വിജയശ്രീലാളിതരായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ശുക്രൻ കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ഇംപ്രഷൻ മറ്റുള്ളവർക്ക്, പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവർക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കും. അത് ധനപരമായ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തന രംഗത്തുള്ള ഉയർച്ചയും അത് സൂചിപ്പിക്കുന്നു. 3-ലെ വ്യാഴം ഇപ്പോഴും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഇവരല്പം ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തെ സാമ്പത്തികമായ അവഗണനയുടെയോ ആസൂത്രണമില്ലായ്മയുടെയോ ഒക്കെ കുഴപ്പം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ആയിരിക്കും അത്.
അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യത്തിൽ ഒരു കൃത്യം വൈദഗ്ധ്യം അത് എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു നല്ല തീരുമാനവും കാര്യങ്ങളുമൊക്കെ നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും അവതാളത്തിലാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. 2ാം ഭാവാധിപൻ പോയി 4-ലാണ് നിൽക്കുന്നത്. ധനം 11ാം ഭാവാധിപനായ ശനി ആവട്ടെ 12-ലും നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ചിലവ് വർദ്ധിക്കാൻ, സ്വാഭാവികമായും സാമ്പത്തികം ഞെരുങ്ങും, ചിലവ് വർദ്ധിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊള്ളണം. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ് മീനക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടത്. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ചില പുറത്തു വരാത്ത ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന് ആശങ്കപ്പെടുത്താം. അതിനൊക്കെ കൃത്യമായ പരിശോധനയും മെഡിക്കേഷനും ഉണ്ടെങ്കിൽ ബാക്കി ഭയത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം ശോഭനീയമാണ്. എന്നാൽ വരുമാനം അത്ര കണ്ട് അങ്ങോട്ട് ശോഭിക്കാൻ സാധിക്കില്ല. വരും കാലങ്ങളിൽ അതിന് മാറ്റമുണ്ടാകും. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലാണ്. ശരീരത്തിന് അണുബാധയുണ്ടാവാം, അലർജി അസുഖങ്ങൾ വരാം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നും പറയേണ്ടിയിരിക്കുന്നു. ശുക്രൻ ജന്മത്തിൽ നിൽക്കുകയും രാഹുവിൻ്റെ കൂടെ നിൽക്കുകയും 7-ലേക്ക് നോക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഇവരും ബന്ധങ്ങളിലെ പവിത്രത, സുതാര്യത ഇതെല്ലാം കാത്തു സൂക്ഷിക്കണം. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 6, 7, 12 രാത്രിക്ക് ശേഷം 13, 14, 15, 16, 17 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 22 സന്ധ്യയ്ക്ക് കഴിഞ്ഞ് 22 സന്ധ്യ കഴിഞ്ഞ് 23, 24, 25, 26 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷത്തിന് ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെയോ അയ്യപ്പസ്വാമിയുടെയോ അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെയോ മുമ്പിൽ പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക സ്വയം. പിന്നെ നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും അവശരായവരെ പോലും ചേർത്തു പിടിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലത്. വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, മഞ്ഞപ്പട്ട് സമർപ്പിക്കൽ തുടങ്ങിയവ ചെയ്യുക. അതുപോലെ തന്നെ ഓം നാഗായ നമ ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. പക്കനാളിനോ ആയില്യം നാളിനോ ചെയ്യുക. കേതുദോഷ പരിഹാരത്തിന് ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഓം ഗം ഗണപതയെ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ഫെബ്രുവരി എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.